ഇത്ര പെട്ടെന്ന് എടുത്തോ പിടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ വരിക, സ്ഥലം മാറുക. ഇതൊന്നും ഇങ്ങനെ ഇതെന്ത് നിയമാടോ ഇത്? അങ്ങനെ തന്നെയല്ല അമ്മാവാ, ജോലിയുടെ കാര്യല്ലേ. എന്നാലും ഇപ്പൊ അവിടെ പോയിട്ട് താമസ സൗകര്യം സാധനമൊക്കെ നോക്കണ്ടേ? ആദ്യം പോയിട്ടൊന്ന് ജോയിൻ ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി ആലോചിക്കാം. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണം പറയുന്ന സ്ഥിതിക്കേ നീ നാളെ തന്നെ പോയി ജോയിൻ ചെയ്തോ. എന്നിട്ട് ഉടനെ തന്നെ എല്ലാവർക്കും താമസിക്കാൻ പറ്റിയൊരു വീട് നോക്കണം. ആദ്യം ഒന്ന് പോയി ജോയിൻ ചെയ്യട്ടെ അമ്മാവാ, എന്നിട്ട് ഒരു മാസം അവിടെ നിൽക്കട്ടെ ഞാൻ, എന്നിട്ട് താമസിക്കാൻ പറ്റുന്ന അന്തരീക്ഷമൊക്കെ ആണോ നോക്കട്ടെ, എന്നിട്ട് ജമന്തിനെ അമ്മനെ കൊണ്ടുപോകാം, കൂടെ വേണമെങ്കിൽ അമ്മാനും വന്നു, എന്നാലും കുഴപ്പമില്ല. അല്ല എന്നാലും ഈ വീടൊക്കെ വിട്ടിട്ട് നീ മാറി താമസിക്കുക എന്ന് പറയുമ്പോഴേ ഒരു വിഷമം. എൻ്റെ അമ്മാവാ ഈ ആലപ്പുഴക്കല്ലേ പോണത്, അല്ലാണ്ട് ഞാൻ ബാംഗ്ലൂർക്കും ബോംബെക്കൊന്നും അല്ലല്ലോ. എടാ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളുണ്ടല്ലോ, ആ കിണറിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ടാ വേറെ രാജ്യത്ത് പോയ പോലെ നീ ഈ വീട് വിട്ടുന്ന് വരെ എവിടെയും മാറി താമസിച്ചിട്ടുണ്ടോ? എന്നാ പിന്നെ അത് വേണ്ടാന്ന് വെക്കാം, ആ ജോലിയാണ് റിസൈൻ ചെയ്യാം, എന്നിട്ട് ഇവിടെ വന്നിട്ട് അമ്മേനെയും ജമന്തിയും നോക്കിയിട്ടിരിക്കാം. എങ്ങനെ? അതന്നെയാണ് പറയണത്. എന്തേലും പറയുമ്പോൾ എടുത്ത് ചാടല്ല. അങ്ങനെ ഒരു സൗകര്യം വന്നാൽ അതിനുള്ള മാറ്റങ്ങൾ വരുത്തണം, എല്ലാവരും കൊണ്ടേ താമസിപ്പിക്കണം, അത്രേ മാമൻ പറഞ്ഞുള്ളൂ. അതിന് അതൊരു മാസം കഴിയട്ടെ, എന്നിട്ട് നോക്കാന്ന്. അയ്യോ എന്താടാ അവിടെ ഒരു കയറി വാ. നിങ്ങൾ പോയില്ലേ? നീ എന്നെ വിശ്വസിക്കണം. നിന്നെ സ്ഥലം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനോ എൻ്റെ പാർട്ടിയോ ഒരു വകയും ചെയ്തിട്ടില്ല. ഇത് ആരോ മനഃപൂർവ്വം എൻ്റെ പേരിൽ ഒരു ആരോപണം വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ആരും ഉണ്ടാക്കണമെന്നല്ല, നിന്റെ സ്വഭാവം വെച്ച് നീ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. എന്താ അമ്മാവായി പറയണത്? ഞാൻ അങ്ങനെ ചെയ്യോ കളിയാ? നിനക്കെന്നെ അറിയാല്ല. ഈ വീട്ടിൽ വേറെ ആർക്കറിയണേക്കാളും നിനക്കേ അറിയാവോ. നമ്മൾ ഒരുമിച്ച് ഒരു ബെഞ്ചിൽ 1 മുതൽ 10 വരെ ഒരുമിച്ച് പഠിച്ചല്ലേ കളിയാ. നീ എന്നെ വിശ്വസിക്കളിയാ. അങ്ങനെയുള്ള നീ ഇത് ചെയ്യാൻ പാടോ? കർത്താവിനാണ്, എന്റെ മോളാണ് അമ്മാവ. ഞാൻ അങ്ങനെ വെറുതെ മോളെ പറഞ്ഞ് കുറ്റം പറയരുത്. അവൾക്ക് വല്ല അസുഖം വന്നാൽ പിന്നെ അവളെ കൊണ്ടുവരണം. കളിയാ നിനക്കെന്നെ അറിഞ്ഞൂടളിയാ. ഞാൻ അങ്ങനെ ചെയ്യോ? നീ ചെയ്യും. നീ ഇവരെ ഇവിടുന്ന് പറഞ്ഞു വെച്ചിട്ട് ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ വേണ്ടിട്ടാ നീ അതും ചെയ്യും, അതിലപ്പുറം ചെയ്യുന്നു. നമ്മൾ തമ്മിൽ 1-2 പറഞ്ഞ് വഴക്ക് കൂടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു തെമ്മാടിത്തരം കാണിക്കോളിയാ. അവന്റെ കരച്ചില് കണ്ട എന്താ അവന്റെ അഭിനയം? അമ്മാവാ സത്യം പറയാലോ, എന്റെ 4, 3, 7 പേരുള്ള പാർട്ടി അതിൽ ഏത് നേതാക്കൾ പറഞ്ഞാലും ഒരു കാര്യവും നടക്കൂല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം പറയാം, നിന്റെ അഭിനയത്തിൽ വേണമെങ്കിൽ തങ്കം വീഴും, പക്ഷെ ഞങ്ങൾ വീഴില്ല. വേണമെങ്കിൽ തല്ലിക്കോ അമ്മാവാ. ഞാൻ ഇങ്ങനെ ചെയ്യൂല. എന്താ വെറുതെ എല്ലാരും കൂടെ ഞാൻ നീ എന്താ വിചാരിച്ചത്? നീ നിന്റെ പാർട്ടി കൂടെ കൂടിയിട്ടാണ് എനിക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു തന്നതെന്നാ ആണാ? എടാ മാങ്ങാത്തൊരിയ, നിന്നെ അറിയുന്ന ഏത് കൊച്ചു കുഞ്ഞിനും അറിയാലോ നീ നിന്റെ പാർട്ടി വിചാരിച്ച ഒരു ചുക്കും നടത്തില്ലാന്ന്. സത്യം അല്ലേ? പിന്നെ എന്തിനാണ് എല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തണേ? അതെനിക്ക് അറിഞ്ഞൂടാ, അത് നിന്റെ വിധി. അപ്പൊ പിന്നെ നിനക്ക് ട്രാൻസ്ഫർ എങ്ങനെ വന്നേ? എന്റെ സത്യസന്ധമായ പ്രവർത്തനം കണ്ട് KSEB പ്രൊമോഷനോട് കൂടിയിട്ട് എന്നെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ആലപ്പുഴയ്ക്ക്. അല്ല നീ നിന്റെ പാർട്ടി വിചാരിച്ചിട്ടൊന്നും അല്ല. ശ്വാസം നേരവണല്ലേ? ഇപ്പോഴാ എനിക്ക് സമാധാനമായ. ചെലവുണ്ട്. ചെലവുണ്ട്. Alien versus alien.